ചെറിയ എന്നാൽ വലിയ സംരംഭകയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഒരു ബ്രാൻഡല്ല, 2 ബ്രാൻഡ് ഒരേ സമയം ഡീൽ ചെയ്യുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ യുവജനങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആകുന്ന വ്യക്തിത്വം നമുക്ക് പരിചയപ്പെടാം. ഒപ്പം ആ ബ്രാൻഡുകളെയും ചേച്ചി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് അമല. ആക്ച്വലി ഒരു ബിസിനസ് എന്നൊരു ഐഡിയ നമുക്ക് മനസ്സിലുണ്ടായിരുന്നു. ഇതെൻ്റെ ചേച്ചിയുടെ ആശയമാണ്. അവളുടെ കലവിരുതാണ് ഇതെല്ലാം കാണുന്നത്. കാരണം നമ്മൾ കോവിഡ് ടൈമിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്കൊരു തോന്നൽ വരുമല്ലോ. അങ്ങനെ ഒരു ഇതിൽ ചെറിയ രീതിയിൽ നമ്മൾ കേക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് കഴിക്കുന്നവരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് ആ ഒരു ഇൻസ്പിറേഷൻ കൂടെയാണ്. ആദ്യം നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളായിരുന്നു. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ റിവ്യൂസ് പറഞ്ഞു തുടങ്ങി, ഡിമാൻഡഡായി. അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ ഓരോ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. ഇപ്പം ഇന്നാണെങ്കിൽ തന്നെ ഇവിടെ നമ്മൾ നോർമലി വെക്കുന്ന ഐറ്റംസ് അല്ലാത്ത വേറെ ഷുറൂസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണത്തില്ല ഇവിടെ. നമ്മൾ ആക്ച്വലി നമുക്ക് പുറത്തൊക്കെ ഉള്ള ഒരു സാധനമാണ്. ദെൻ കുനാഫ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, വൈറൽ കുനാഫ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുക്കി പൈ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആളുകൾ ഭയങ്കര ഡിമാൻഡഡ് ആയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഹെൽത്തിയും കൂടെ നോക്കുന്നുണ്ട്. റാഗി കുക്കിയും അതോടൊപ്പം തന്നെ ബീറ്റ് കുക്കിയും 0% മൈദയാണ് നമ്മൾ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ മൈദ ഇല്ലാതെ ഒരു കോൺസെപ്റ്റ് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് റാഗിയുടെ കുക്കീസും ഇതിൻ്റെയും കൊണ്ടുവന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഓട്സിൻ്റെ ഒക്കെ കുക്കീസ് ഉണ്ടാക്കാറുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമുക്ക് സ്കിപ്പ് അടിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒരു ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഓട്സിൻ്റെ കുക്കി കഴിച്ചാൽ മതി. അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ഓട്സിൻ്റെ ഒക്കെ കുക്കീസ് സെയിൽ ചെയ്യാറുണ്ട്. പിന്നെ ആ ഇരിക്കെ ചെയ്ത് തന്നെ നമുക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ് എന്നൊരു ചിന്താഗതിയും കൂടെ വന്നപ്പോഴത്തേക്കാണ് എന്തുകൊണ്ട് വൈ നോട്ട് എന്നൊരു തോട്ട് വന്നപ്പോഴത്തേക്കാണ് ആക്ച്വലി ഇതിൻ്റെ പേര് വരുന്നത് എലീസാസ് കേക്ക് ട്രീറ്റ് എന്നാണ് കേക്കിൻ്റെ വരുന്നത്. ഇതിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തു, രണ്ടും ഒരു സിസ്റ്റർ കോർണർ പോലാക്കിയിട്ട് വെസ്ട്ര ബൈ എലീസ എന്നാക്കിയിട്ട് വെസ്ട്ര ബൈ എലീസ ഒരു ഓൺലൈനിൽ, ഇത് രണ്ടും നമ്മൾ സെല് ചെയ്യുന്നത് ഓൺലൈനിലാണ്. കേക്ക് കാര്യങ്ങൾ മാത്രം നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് ഡെലിവറി. മറ്റേത് ഡയറക്റ്റ്ലി ഡെലിവറി അല്ലാതെ നമ്മൾ പാഴ്സൽസ് ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കൊറിയറായിട്ടായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ ഈ 2 ബ്രാൻഡും നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഈ കേക്ക് എന്ന് പറയുന്നത് ഒരു പാഷൻ്റെ പുറത്ത് ആരംഭിച്ച ഒരു സാധനമാണോ? അതെ. ആക്ച്വലി ആളൊരു ഗ്രാഫിക് ഡിസൈനറാണ്. പ്രൊഫഷണലി നല്ല രീതിയിൽ ആ ഒരു മേഖലയിൽ നിൽക്കുന്ന ആളാണ്. പക്ഷേ എന്തോ ഒരു പാഷനാണ് ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ. ആൾ കൂടുതലും ഡിസൈനിങ്ങിനേക്കാളും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഇവിടാണ്. ഇപ്പം നമുക്ക് ശരിക്കും ഒരു ക്ഷമയാണ് ഇതിൽ വേണ്ടത്. കുക്ക് ചെയ്യുമ്പോഴത്തേക്കും വേണ്ട ഒരു കാര്യം ക്ഷമയാണ്. അതോടൊപ്പം തന്നെ ഒരു കഴിവും കൂടെ വേണം. അത് വരച്ചെടുക്കാനും എടുക്കാനും ഒക്കെ ഉള്ള വേണം. സോ പാഷൻ തന്നെയാണ് ഈ ഒരു കുക്കിംഗ് മേഖലയിലേക്ക് നമ്മളെ തിരിച്ചതെന്ന് വേണം തന്നെ പറയാം. അപ്പോൾ ഇതിനൊരു സെയിൽസ് ഇപ്പോൾ പറഞ്ഞു ഓൺലൈനായിട്ടാണ് നമ്മൾ ഓർഡേഴ്സ് ഒക്കെ എടുക്കുന്നത്. ഓൺലൈൻ പേജുകളുണ്ടോ നമുക്ക്? എങ്ങനെയാണ്? നമുക്ക് 2 പേജുകളാണുള്ളത്. കേക്കിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് എലീസാസ് കേക്ക് ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ സെല്ല് ചെയ്യുന്ന കേക്കിൻ്റെയാണ്. ആക്ച്വലി അത് നമ്മൾ ചങ്ങനാശ്ശേരി പുളുങ്കുന്ന് ബേസ് ആയിട്ടാണ് നടത്തുന്നത്. കുട്ടനാടും ഉണ്ട്, നമ്മുടെ ചങ്ങനാശ്ശേരിയിലുണ്ട്. വെസ്ട്ര ബൈ എലീസ നമ്മൾ വേൾഡ് വൈഡായിട്ട് നമുക്ക് അയർലൻഡിലോട്ടൊക്കെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. വേൾഡ് വൈഡായിട്ട് എവിടെ ചോദിക്കുന്നോ അതനുസരിച്ച് നമ്മൾ വെസ്ട്ര ബൈ എലീസ കൊടുക്കും. ഇതിന് ഷെൽഫ് ലൈഫ് കുറവാണ്. കാരണം നമ്മൾ പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തതുകൊണ്ട് നമുക്ക് അധികം ഇത് കൊറിയർ അയച്ച് കൊടുക്കാനും പറ്റുകയില്ല, കീപ്പ് ചെയ്യാനും പറ്റും. നമ്മുടെ ചോക്ലേറ്റ്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഇച്ചിരി ലോക്കൽ ചോക്ലേറ്റ് അല്ല യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് മെൽറ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഒരു നിയർ ബൈ ആയിട്ടുള്ള ഡെലിവറീസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. സാധാരണ കേക്ക് സ്വീറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതലും അതിനൊരു അൺഹെൽത്തി ആയിട്ടാണ് പോകുന്നത്. സാർ നമുക്ക് അതിനെ ഒരുപാട് ഹെൽത്തി ആക്കാനും പറ്റാറില്ല. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് ഹെൽത്തി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും കൂടെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ടേസ്റ്റി ആയിട്ട് തന്നെ ഈ ഫുഡ് ഈ ഓട്സ് ഒക്കെ കഴിക്കാൻ നമുക്കറിയാം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് കുക്കി ഫോമിലേക്കൊക്കെ മാറ്റുക എന്ന് പറയുന്ന ഒരു ഐഡിയ, ആ കോൺസെപ്റ്റ് അതെങ്ങനെയാണ് വന്നത്? അത് ആക്ച്വലി എന്നിലൂടെയാണ് വന്നത്. എനിക്ക് ഈ റാഗി കുക്കി ഓട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എനിക്ക് ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പം എന്നെപ്പോലെ തന്നെ വീട്ടിലുള്ള ഒരുപാട് കുട്ടികൾ കാണും. അപ്പം എൻ്റെ ചേച്ചി ആക്ച്വലി ഒരു ലൈക്ക് മദർ പോലാണ്, എൻ്റെ ഒരു മദർ പോലാണ്. അപ്പോൾ അവളുടെ ഒരു കോൺസെപ്റ്റാണ് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ഈ ഓട്സും ഈ റാഗീസും ഇങ്ങനെയൊക്കെ ഇട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ അതിനകത്ത് ഇതൊന്നും റാഗിയോ ഓട്സോ ഉള്ളതായിട്ടൊരു ഫീൽ വരുന്നില്ല. ബട്ട് എൻ്റെ വയറ് നിറയുന്ന ഒരു ഫീലാണ് എനിക്ക് വരുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവൾ എന്ത് ചെയ്തു, പിന്നീട് അങ്ങ് ട്രൈ ചെയ്ത് തുടങ്ങി. പിന്നെ ഇതിപ്പം നമുക്ക് നോയമ്പ് സമയം, ക്രിസ്ത്യൻസ് ആണ് ആക്ച്വലി, വി ആർ ക്രിസ്ത്യൻസ്. അപ്പം നോയമ്പ് സമയത്ത് നമ്മൾ നോൺ വെജ് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോഴത്തേക്കും ഇന്ന് എഗ്ലെസ് കേക്ക് ഉണ്ടായിരുന്നു ഇവിടെ. എഗ്ലെസ് കേക്കിൽ നമ്മൾ എഗ്ഗില്ലാതെ കേക്ക് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ചോദ്യം എല്ലാവർക്കും വരും. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന കേർഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ, ഇനി നമുക്ക് വസ്ത്രയിലേക്ക് വരുവാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു കേക്ക് ബ്രാൻഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു ബേക്കിംഗ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു വസ്ത്ര എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്? വസ്ത്രം ആക്ച്വലി എൻ്റെ ഐഡിയ ആണ്. കാരണം എനിക്ക് പണ്ട് തൊട്ടേ ഒരു ബിസിനസ് മൈൻഡ്, എനിക്കൊരു താല്പര്യമുള്ള ആളായിരുന്നു. ഒരു ഒരു വുമൺ ഓൺട്രപ്രണർ ആകണം എന്നൊരു താല്പര്യം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് ഒരു കഴിഞ്ഞ വർഷം ഒരു തോട്ട് വന്നതാണ്, വൈ നോട്ട്, എന്തുകൊണ്ട് നമുക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിക്കൂടാ എന്നൊരു ചിന്താഗതി വന്നു. അങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ വീട്ടിൽ തന്നെ ഓൺലൈനായിട്ട് റണ്ണിങ് മെറ്റീരിയൽസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. റണ്ണിങ് മെറ്റീരിയൽസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകൾ ഡിമാൻഡായി സ്റ്റിച്ച് ചെയ്ത് വേണം എന്നുള്ളതായി. പിന്നെ നമ്മൾ ആളുകളെ ഇരുത്തി ചെറിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ല, റണ്ണിങ് മെറ്റീരിയൽസ് ആണെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽസ്, പിന്നെ നമ്മുടെ കോൺസെപ്റ്റ് അനുസരിച്ച് പുതിയ പുതിയ രീതിയിൽ ഡ്രസ്സസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ എങ്ങനെ പോകുന്നു ബിസിനസ്, അതാണ് ഇനി അറിയേണ്ടത്. ബിസിനസ് ഇപ്പം നമ്മൾ എന്താ പറയേണ്ട, ഒരു ന്യൂ ബോൺ ബേബീസ് ആണ് ഈ ഇതിൽ ക്ലോത്തിങ് ബ്രാൻഡിൽ. മറ്റേതിൽ നമ്മൾ ഓൾറെഡി നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല, കാരണം നമ്മൾ മാർക്കറ്റ് അറിഞ്ഞ് പഠിച്ചു വന്ന് ഓരോ സ്റ്റേജസും കടന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. വലിയ കുഴപ്പമില്ല. ഒരു സ്ത്രീ സംരംഭക എന്ന നിലയിൽ നേരിട്ട പ്രശ്നങ്ങൾ, അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഈ പുരുഷന്മാർ ഇറങ്ങി ചെല്ലുന്ന പോലെ നമുക്ക് പലയിടത്തോട്ടും ഇറങ്ങി പോകാൻ പറ്റുകയില്ല. ഇപ്പം സോഴ്സ് ചെയ്യുന്നതിലാണെങ്കിലും, നമ്മൾ ഈ മെറ്റീരിയൽസ് സോഴ്സ് ചെയ്യുന്നതാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് സോഴ്സ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. കാരണം ബോയ്സിന് എപ്പോൾ വേണമെങ്കിലും പോയി കാര്യങ്ങൾ തീരുമാനിക്കാം, എല്ലാം ചെയ്യാം. ആക്ച്വലി നമ്മുടെ ഇങ്ങനത്തെ ക്ലോത്ത്സുകളൊന്നും നമ്മുടെ കേരളത്തിനുള്ളിൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടും. ബട്ട് ഇച്ചിരി കൂടെ ചീപ്പറായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഔട്ട്സൈഡ് കേരളം തന്നെ പോകേണ്ടി വരും. അപ്പോഴത്തേക്കും ഒരു ലിമിറ്റഡ് ടൈം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. ബട്ട് എന്നിരുന്നാലും നമ്മൾ ഇതിനെല്ലാം ഇതൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ്. ഇതിനെല്ലാം ഒന്ന് ഓവർകം ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ദ ബെസ്റ്റ് എന്ന് തന്നെ ഞാൻ വിചാരിച്ച് എൻ്റെ മനസ്സിനോട് പറഞ്ഞ് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് പറഞ്ഞാൽ നമുക്കിപ്പോൾ മെറ്റീരിയൽസ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റുകൾ കളക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വരും, ഒരുപാട് ആളുകളുമായിട്ട് മീറ്റ് ചെയ്യേണ്ടി വരും. ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനൊക്കെ ഒപ്പം നിൽക്കുന്നത് ആരാണ്? ഒറ്റയ്ക്കാണോ അതോ ഫാമിലി എന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? ആക്ച്വലി എൻ്റെ ഫാമിലിയാണ് വലിയ സപ്പോർട്ടായിട്ട് ഇരിക്കുന്നത്. ആക്ച്വലി എൻ്റെ മദർ ആൻഡ് ഫാദറാണ്. കാരണം എനിക്ക് വലിയ താല്പര്യമില്ലെങ്കിലും ഞാനിപ്പോൾ ചില സമയത്ത് ഡൗൺ ആണെന്ന് വെച്ചോ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തെങ്കിലും റീൽസോ കാര്യങ്ങളോ പോസ്റ്റ് ചെയ്യേണ്ട എൻ്റെ ഫാദറും മദറുമാണ് പറയുന്നത്, ഇത് സെല്ല് ചെയ്യണ്ടേ, വിൽക്കണ്ടേ, എടുത്തു വെച്ചാൽ മതിയോ എന്നൊരു അവർക്കും കൂടി അവരാണ് ശരിക്കും ഒരു ഇൻസ്പിറേഷൻ തരുന്നത്. കാരണം നമ്മളൊന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡൗൺ അത് നമുക്ക് എങ്ങനെയും എടുത്ത് തീർക്കാം എന്നൊരു ഒറ്റ കോൺഫിഡൻസ്. ഇപ്പോൾ എൻ്റെ മദർ കാരണമാണ് ഞാൻ ഇന്നിവിടെ സ്റ്റോൾ ഇടാൻ വിചാരിച്ചതല്ല, അമ്മയാണ് പറഞ്ഞത് ഇന്ന് ഇട്ട് നോക്ക് പോയാങ്കിലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ശരിക്കും പാരൻസിൻ്റെ സപ്പോർട്ട് കൊണ്ടല്ലേ നമുക്ക് ഒരിക്കലും നടക്കത്തില്ല. കാരണം അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയായത്. ഈ ഒരു സമുദായം, നമ്മൾ ഈ സീറോ മലബാർ സഭ സമുദായ ശാക്തീകരണ വർഷം ആചരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രൗഡ്ലി പറയാൻ പറ്റും, ഒരു യുവദീപ്തിയുടെ ഏറ്റവും മനോഹരമായിട്ട് യുവദീപ്തി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു യുവതിയാണ്. അപ്പോൾ ഈ യുവദീപ്തി പ്രസ്ഥാനവും അതുപോലെ തന്നെയുള്ള നമ്മുടെ സംഘടനകളും ഒക്കെ എത്രമാത്രം തരുന്ന ഒരു ആർജവം ഇതിനൊക്കെ ആയിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇത്രയും ഇൻഡിപെൻഡൻ്റ് ആയത് എൻ്റെ പ്രസ്ഥാനം വഴിയാണ്. ഐ എം പ്രൗഡ് ടു ബി എ ക്രിസ്ത്യൻ. കാരണം ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വളർന്നത്. ഞാൻ മിക്കപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ വേറെ ഏതെങ്കിലും ഒരു മതത്തിൽ പോയിരുന്നെങ്കിൽ ഇത്രയും പൊങ്ങി വരത്തില്ലായിരുന്നു. കാരണം നമ്മുടെ ഇതിൽ കിട്ടുന്ന അത്രയും ഓപ്പർച്യൂണിറ്റീസ് വേറെ എങ്ങും കിട്ടുന്നില്ല. കാരണം എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കാനോ ആളുകളോട് ഇടപെടാനോ മറ്റുള്ളവരെ മീറ്റ് ചെയ്ത് ഒരു പ്രോബ്ലം വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് വരെ ഒക്കെ എനിക്ക് ഒരു മാർഗം കാണിച്ചു തന്നതും അല്ല എന്ത് ചെയ്യണമെന്ന നമുക്കൊരു ഐഡിയ കിട്ടുന്നതും ഇതിലൂടെയൊക്കെ പ്രവർത്തിച്ചത് വഴിയാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും രണ്ട് ബിസിനസ്സാണ് ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതും രണ്ടും വളരെ മനോഹരമായ രണ്ട് ബിസിനസ്സുകൾ. ഒരു യുവ സംരംഭക എന്ന നിലയിൽ നമ്മുടെ യുവജനങ്ങളോടും ഒപ്പം ഇതുപോലെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വനിതകളോടും മറ്റാളുകളോടും ഒക്കെ എന്താണ് പറയാനുള്ളത്? ആക്ച്വലി എല്ലാവർക്കും ഒരു മടി കാണും. നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നിടത്ത് വേണോ വേണ്ടയോ എന്താണ് എൻ്റെ മനസ്സിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ആശയം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ പുറകോട്ട് നിൽക്കരുത്. കാരണം ഞാൻ കുറച്ച് തവണ അങ്ങനെ നിന്ന് ഗ്യാപ്പ് അടിച്ചു പോയ ആളാണ്. അതപ്പോൾ നമ്മൾ നമുക്ക് ചിന്തിക്കാൻ മാത്രമേ സമയം കാണത്തുള്ളൂ. നമ്മൾ പ്രവർത്തിക്കണം. അത് വേണം എന്ന രീതിയിൽ നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതെൻ്റെ ജീവിതാനുഭവം തന്നെയാണ്. കാരണം ഞാൻ കുറേ നാൾ ഇതിനു വേണ്ടി ആലോചിച്ച് 1 വർഷത്തോളം കളഞ്ഞു. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇറങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ എന്താണെങ്കിലും രണ്ട് ബിസിനസ്സുകൾ, ഒരു ബേക്കിംഗ് ഒപ്പം ഒരു വസ്ത്ര എന്ന് പറയുന്ന ബ്രാൻഡ്, രണ്ടും വലിയ സക്സസ് ആയി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ കൂടുതൽ ഉറച്ച് മുന്നേറാനായിട്ടുള്ളൊരു ആർജവം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. യുവ സംരംഭകയ്ക്ക് എല്ലാവിധ ആശംസകളും.